ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സ് വളരെ മോശം പ്രകടനമാണ് ഈ സീസണിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 11 തോൽവികൾ ഇതിനോടകം വഴങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. മിക്കേൽ സ്റ്റാറേക്ക് കീഴിൽ വളരെ ദയനീയമായ പ്രകടനമായിരുന്നു ക്ലബ്ബ് നടത്തിയിരുന്നത്. തായ്ലാൻഡിലായിരുന്നു ഇത്തവണത്തെ പ്രീ സീസൺ നടന്നിരുന്നത്. അതുകൊണ്ട് യാതൊരുവിധ കാര്യവും ഉണ്ടായില്ല എന്നുള്ളത് ഇതിലൂടെ ഇപ്പോൾ വ്യക്തമായിട്ടുണ്ട്. ഏതായാലും എന്തുകൊണ്ടാണ് ചെറിയ പ്രീ സീസണുകൾ? ഇതിനുള്ള മറുപടി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായ സ്കിൻകിസ് ഇപ്പോൾ നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിനോട് ചോദിച്ച ചോദ്യം ഇങ്ങനെയാണ്: ഇവാൻ വന്ന ആദ്യ സീസണിൽ 3 ആഴ്ചത്തെ പ്രീ സീസൺ ഉണ്ടായിരുന്നു. അതിനുശേഷം പ്രീ സീസണുകൾ വളരെ ചെറുതാണ്. മാത്രമല്ല പല താരങ്ങളും വളരെ വൈകിക്കൊണ്ടാണ് ടീമിനോടൊപ്പം ജോയിൻ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഇതിനുള്ള ഒരു മറുപടി അല്ലെങ്കിൽ ഒരു ന്യായീകരണം സ്പോർട്ടിംഗ് ഡയറക്ടർ നൽകിയിട്ടുള്ളത് ഇങ്ങനെയാണ്: 2021-22 സീസണിൽ ഞങ്ങൾക്ക് ഒരു ലോങ് പ്രീ സീസൺ ഉണ്ടായിരുന്നു. ഫുട്ബോളിൽ സാധാരണയായി 4 ആഴ്ച മുതൽ 6 ആഴ്ച വരെയാണ് പ്രീ സീസൺ ഉണ്ടാവാറുള്ളത്. യൂറോപ്പിലെ ഒട്ടുമിക്ക ക്ലബ്ബുകളും ഇതാണ് ഫോളോ ചെയ്യുന്നത്. എന്നാൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്തെന്നാൽ ഇന്ത്യൻ ഫുട്ബോളിന് ഒരു പ്രോപ്പർ കലണ്ടർ ഇല്ല എന്നതാണ്. സൂപ്പർ കപ്പ് എപ്പോഴാണ് എന്ന് നിങ്ങൾക്ക് എന്നോട് പറയാൻ സാധിക്കുമോ? ഇവിടുത്തെ പ്രധാന പ്രശ്നം ഒരു പ്രോപ്പർ കലണ്ടർ ഇല്ല എന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഇതാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോർട്ടിംഗ് ഡയറക്ടർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും അടുത്ത തവണ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ പ്രീ സീസൺ നടത്താനാണ് ക്ലബ്ബ് ഉദ്ദേശിക്കുന്നത്. ജൂലൈ 1-ാം തീയതി മുതൽ തന്നെ പ്രീ സീസൺ തുടങ്ങും എന്ന് സ്കിൻകിസ് പറഞ്ഞിരുന്നു. ഏകദേശം 2.5 മാസത്തോളം പ്രീ സീസൺ നടത്താനാണ് ഇപ്പോൾ ക്ലബ്ബ് ഉദ്ദേശിക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.